റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര ഒരു ശ്മശാനത്തിലേക്കാണ്. ശ്മശാനം എന്ന് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും പേടിയുണ്ടെങ്കിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ശ്മശാനത്തെ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഹരിതാപമാക്കിയ ഒരു സംഘത്തെക്കുറിച്ചാണ്, അതിനെ ഒരു ചെറുവനമാക്കി മാറ്റിയ സുഹൃത്തുക്കളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അവരെ കാണാനാണ് ആ യാത്ര. പ്രത്യേകിച്ച് ഒരു ലാഭേച്ഛയുമില്ലാതെയാണ് കഴിഞ്ഞ 15 വർഷമായി യുവാക്കൾ ഈ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. രാജീവ്, ശ്യാമേ, നമുക്കേ ഒന്ന് ശ്മശാനം വരെ പോകണം. ആ, നമ്മുടെ ബോബേട്ടനും ടീമും കൂടി ഇവിടുത്തെ ശ്മശാനത്തിൽ ഒരു ചെറിയ വനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊന്ന് കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയേക്കാം. ഓക്കെ. അതിലല്ല, നമ്മൾ ബൈക്കിലല്ലേ പോകുന്നത്. മാട്ടുമന്തയിലെ 6 സുഹൃത്തുക്കൾ ചേർന്നാണ് ശ്മശാനത്തെ ചെറുവനമാക്കി മാറ്റിയത്. എന്തായിരുന്നു ഇങ്ങനെ ഒരു ആശയത്തിന് പിന്നിലെന്ന് പറയാൻ അവരെല്ലാവരും നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം. അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം. കണ്ടാലൊരു കാടാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു ശ്മശാനമാണ്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പൊതു ശ്മശാനമാണ്. ഈ ശ്മശാനത്തെ ഇങ്ങനെ ഒരു വനമാക്കി മാറ്റിയത്, ഒരു ചെറു വനമാക്കി മാറ്റിയത് മാട്ടുമന്തയിൽ തന്നെയുള്ള 6 സുഹൃത്തുക്കളാണ്. ആ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. നമുക്കവരെ പരിചയപ്പെടാം. അവർ ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള ഈ നല്ല കാര്യം, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഈ പ്രദേശം ശരിക്കും ഒരു വനഭൂമിയായിട്ട് തന്നെയാണ് അനുഭവപ്പെടുക. എന്നാൽ 15 വർഷങ്ങൾക്ക് മുൻപ് ഈ യുവാക്കളുടെ കൂട്ടായ്മ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുൻപ് ഈ സ്ഥലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നില്ല. തികച്ചും തരിശായി കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. നമുക്ക് ആദ്യം അന്നത്തെ ചിത്രങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ ശ്മശാനത്തിൽ ചെറുവനമൊരുക്കിയ ആ കൂട്ടുകാരുടെ അരികിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് ഇങ്ങനെ ഒരു ആശയത്തിന് പുറകിലെന്ന്. ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുത്തത് എപ്പോഴായിരുന്നു, ഏത് സാഹചര്യത്തിലായിരുന്നു? 15 വർഷം മുമ്പാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ശ്മശാനം എന്നത് കാട് പിടിച്ചു കിടക്കുന്ന ഒരു ഇടമായിരുന്നു അന്നത്തെ ശ്മശാനം. ഈ ശ്മശാനത്തിലുള്ള കാട് മുഴുവൻ വിറകിന് വേണ്ടി വെട്ടി വെളുപ്പിച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 ചേരി നിവാസികൾക്ക് വേണ്ടിയുള്ള ഒരു ഭവന പദ്ധതിക്ക് വേണ്ടിയും ഈ ശ്മശാനം തിരഞ്ഞെടുത്തിരുന്നു. അത്തരം ഘട്ടത്തിലാണ് ഈ ശ്മശാനം അത്തരത്തിൽ കയ്യേറ്റം മൂലം അന്യാധീനപ്പെട്ടു പോകാതിരിക്കണം, അതുപോലെ ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളുടെ ഭാഗമായി ഈ പച്ചപ്പ് അല്ലെങ്കിൽ ഈ സ്ഥലം, ടൗണിനകത്തുള്ള ഈ സ്ഥലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഇത്തരത്തിൽ വനങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇത് പാലക്കാട് നഗരത്തിനകത്തെ ഒരു ഹരിതാപമായ ഒരു ഹരിത കുടയായി നിലനിർത്തണമെന്നൊരാശയം വരുന്നത്. ഇത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് കരിമ്പനകളും ആൽമരങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അന്ന് കാലങ്ങളിൽ ഞങ്ങളിവിടെ കളിച്ചു വളരുകയും അതിനനുസരിച്ച് ഇവിടെ ഊഞ്ഞാല് പോലെ തൂങ്ങിയാടുകയും വള്ളികളിലൂടെ ഇതാവുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ ഞങ്ങളുടെ സ്വപ്നത്തിലുണ്ടായിരുന്ന അതേപോലെ തിരിച്ച് അതുപോലുള്ള ഒരു ശ്മശാനമാക്കി മാറ്റണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. കരിമ്പനകൾ ഞങ്ങൾ മാക്സിമം ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേപ്പ്, ഉങ്ങ്, അതുപോലെ നമ്മൾ നെല്ലി, മാവ്, കുറേ അതിലും കൂടുതൽ വേപ്പ്, പിന്നെ ഉങ്ങാണ് കൂടുതൽ ഞങ്ങളിത് ഇവിടെ ചെയ്തിരിക്കുന്നത്. വേപ്പും ഉങ്ങാണ് കൂടുതലായിട്ട് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആൽമരങ്ങളും ഇപ്പോൾ നമ്മൾ വെച്ച ഒരു ആൽമരം 10-20 ആൽമരോളം വന്നിട്ടുണ്ട്. ഇതെന്താണ് അറിയുക, ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും കാട്ടുതീ പോലുള്ള സംഭവങ്ങൾ വന്ന് കത്തി നശിച്ചതാണ്. പരിസ്ഥിതി ദിനത്തിന് ഒരു ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇത് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ സാധാരണ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഉപയോഗിക്കാത്ത തൈകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ആ തൈകളെല്ലാം കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ മാസം ലാസ്റ്റോടു കൂടിയാണ് ഞങ്ങൾ സാധാരണ ചെടികൾ വെച്ച് പിടിപ്പിക്കാറുള്ളത്.
കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഇതുപോലെ ശ്മശാനത്തിലെത്തിയാണ് അവർ ഈ ശ്മശാനത്തെ ഒരു വനമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു നേട്ടവും വ്യക്തിപരമായ ഒരു നേട്ടവും ഇല്ലാത്തൊരു കാര്യമാണ്. എന്നിരിക്കെ പോലും ഈ നാടിൻ്റെ നന്മയെ കരുതിയാണ് യുവാക്കൾ ഈ നല്ല ദൗത്യവുമായി ഇറങ്ങുന്നത്. ഗ്യാപ്പ് ഉണ്ടാകുമ്പോൾ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരിട്ട് വരും. ഉള്ളപ്പോൾ ആരാണ് വെച്ചാൽ ഗ്യാപ്പുള്ള സമയത്ത് വന്നിട്ട് കുറച്ച് ചെടികൾ വെക്കാറുണ്ട്. പിന്നെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ കുറച്ച് ഞായറാഴ്ച ശനിയാഴ്ച സമയങ്ങളിൽ ആളുണ്ടാകുമ്പോൾ അപ്പോൾ കൂടി ഗ്യാങ്ങോട് കൂടി വന്ന് കുറച്ച് ചെടികൾ അങ്ങനെ കുറച്ച് വെക്കാറുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ ചിലരൊക്കെ ശ്രമിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞത് ആളുകളെ? അത് ഈ പരിസരത്തുള്ളതിൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ട് മാക്സിമം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെട്ടാൻ പാടില്ല, ഇത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മൾക്കും കൂടി ഉപകാരമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി. അതുകൊണ്ട് അതിനുശേഷം കയറാറില്ല. ശ്മശാനം എന്നത് ആശങ്കയോടുകൂടി മാത്രം കാണേണ്ടുന്ന ഒരു സ്ഥലമല്ലെന്ന് കാണിച്ചു തന്നവരാണ് ഈ സുഹൃത്തുക്കൾ. എന്തായാലും ശ്മശാനത്തെ ചെറുവനമാക്കി മാറ്റാനുള്ള ഇവരുടെ ദൗത്യം ഇനിയും തുടരാനാണ് ഈ സുഹൃത്തുക്കളുടെ തീരുമാനം. റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്ക്.